നമസ്കാരം. ഒരു പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാൾ കൂടാൻ വേണ്ടി ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. അപ്പം നാളെയാണ് ഞങ്ങൾക്ക് മിക്കവാറും പെരുന്നാൾ ഉണ്ടാകുക. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പെരുന്നാളാണ്, അതുകൊണ്ട് നാളെ പെരുന്നാളാവും, ലാസ്റ്റത്തെ നോമ്പായിരിക്കും. അപ്പം പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ളോഗ്. ഓക്കെ. പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഒരു മൈലാഞ്ചി രാവാണ്. കുട്ടികളും വീട്ടിലുള്ള പെണ്ണുങ്ങൾ എല്ലാവരും മൈലാഞ്ചി ഇടും. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ടാണ് മൈലാഞ്ചിയൊക്കെ ഇടുക. പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞങ്ങൾക്ക് സാധാരണമായിട്ട് ഉണ്ടായാൽ. ഓരോ വീട്ടിലും ഓരോ രീതിയായിരിക്കും. ഇറച്ചി വരട്ടിയെടുത്തതും കട്ടിപ്പത്തിരിയും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ പെരുന്നാൾ നിസ്കാരം ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രാവശ്യം പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു. അപ്പോൾ അതിലും പങ്കെടുത്തു. വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച് പ്രാർത്ഥനകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്ന അതുവഴി ഇന്ത്യയിലേക്ക് കാൽ വഴിച്ച് വീഴുന്നതിലുള്ള നാം നേടിയ ഈദുൽ ഫിത്തറിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അവിടുന്ന് നേരെ പോയത് ഞങ്ങളുടെ വലിയ പള്ളിയിൽ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനാണ്. ഖബർ സിയാറത്ത് എന്ന് പറയും. അപ്പോൾ അവിടെ ഇഷ്ടമാതിരി ആൾക്കാർ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ട്. കാരണം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എല്ലാവരും നമ്മളുടെ ഇടയിൽ നിന്നും മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരും. ഇതാണ് ഞങ്ങളുടെ ജുമാഅത്ത് പള്ളി, മുണ്ടമ്പ്ര വലിയ ജുമാഅത്ത് പള്ളി. ഏകദേശം 1000ഓളം കുടുംബങ്ങൾ ഈ പള്ളിക്ക് കീഴിലുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വരുന്നവർക്ക് ഇവിടെ പായസം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വലിയ ജുമാഅത്ത് പള്ളിയാണ് മുണ്ടമ്പ്ര വലിയ ജുമാഅത്ത് പള്ളി. ഇപ്പോൾ ഇതിൻ്റെ മഹല്ല് പ്രസിഡൻ്റായിട്ടുള്ളത് പ്രമുഖ ഖുർആൻ പണ്ഡിതനും വഖ്മിയും ഒക്കെ ആയ ഷാഫി സഖാഫി മുണ്ടമ്പ്രയാണ്. അങ്ങനെ പെരുന്നാൾ നിസ്കാരവും സിയാറത്തും ഒക്കെ കഴിഞ്ഞിട്ട് പരസ്പരം എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകളൊക്കെ നേർന്ന് എല്ലാവരും വീട്ടിലോട്ട് പിരിഞ്ഞു പോവുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദുൽ ഫിത്തർ ആശംസകളൊക്കെ കൈമാറും. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കും. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ സമയത്തുള്ള പരിപാടികൾ. നാട്ടിലുള്ള മുതിർന്ന ആളുകൾ മുതൽ ചെറിയ കുട്ടികൾ വരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്ത് ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്ന് സന്തോഷം പങ്കിടുന്ന ഒരു പ്രത്യേക ദിനമാണ് ഈ പെരുന്നാൾ ദിനം. അങ്ങനെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചായിരുന്നു ഇപ്രാവശ്യം പെരുന്നാൾ കൂടിയത്. ഇതാണ് ഞങ്ങളുടെ തറവാട്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പള്ളിയിൽ പോയി വരുന്ന സമയം കൊണ്ട് തന്നെ വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു.
ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പല പല ജോലികളുമായിട്ട് പല പല സ്ഥലത്തായതുകൊണ്ട് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലാണ് കുടുംബത്തിലൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഈസ്റ്റർ, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു പെരുന്നാൾ ദിവസം. ഇനി ഇത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാ കുടുംബ വീട്ടിലും സന്ദർശിക്കും. അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.